ഒരു സിനിമയിൽ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും മലയാളികൾക്ക് ഇന്നും കാവ്യമാധവനോടുള്ള ഇഷ്ടത്തിന് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിൽ സജീവമായ താരത്തിന്റെ ചിത്രങ്ങൾക്കും വീഡിയോകൾക്കും ആളുകൾ ഇടുന്ന കമന്റുകൾ കണ്ടാൽ അത് വ്യക്തമാകും. കാവ്യമാധവൻ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് മലയാളികൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്നും അവരുടെ ഇഷ്ടവും ആ കമന്റുകളിൽ നിഴലിക്കുന്നു. സ്വന്തം വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായിക്കൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും കാവ്യമാധവൻ അടുത്തിടെ തുടർച്ചയായി തൻ്റെ ഒഫീഷ്യൽ ഇൻസ്റ്റഗ്രാം പ്രൊഫൈൽ വഴി പങ്കുവയ്ക്കാറുണ്ട്. ഏറ്റവും പുതുതായി ചുരിദാർ അണിഞ്ഞുകൊണ്ടുള്ള വീഡിയോയിലൂടെയാണ് കാവ്യ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വീഡിയോ പുറത്തു വന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആളുകൾ അത് ഏറ്റെടുത്തു കഴിഞ്ഞു. കാവ്യയുടെ സൗന്ദര്യത്തെ പ്രശംസിച്ചുള്ള കമൻറ്റുകൾക്കൊപ്പം തന്നെ സ്നേഹത്തോടെയുള്ള ചില പരിഭവങ്ങളും ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തൊരു ഭംഗിയാണ് കാവ്യ, സ്വർണ്ണ മത്സ്യം പോലെ കാവ്യ ദിവസവും വീഡിയോ ഇടണം, കാണാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ. ചേച്ചി സിനിമയിലേക്ക് തിരിച്ചു വരണം, ചേച്ചിയുടെ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്നു, വീഡിയോ അടിപൊളിയിട്ടുണ്ട്, ശരീരഭാരം കുറച്ചൊന്നും അടിപൊളി എന്നിങ്ങനെ പോകുന്നു കാവ്യമാധവനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള കമൻറ്റുകൾ. പ്രിയപ്പെട്ട കാവ്യ മാധവൻ മാം വളരെ സുന്ദരിയായിരിക്കുന്നു. ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഉള്ള മുന്നേറ്റം എന്നും ഉണ്ടാകട്ടെ. ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയും പ്രതികൂലവുമായ എല്ലാ പ്രതികരണങ്ങളെയും അതിജീവിക്കുക. സ്വന്തമായിട്ട് വ്യക്തിത്വമുള്ള അവിടുത്തെ കുടുംബത്തിലെ മക്കളെ ചേർത്ത് നിർത്തുക. നല്ലൊരു പുതുവത്സര ആശംസകൾ നേരുന്നെന്ന് സ്നേഹത്തോടെ അപരിചിതയായ ആരാധക എന്നാണ് ഒരു ആരാധിക കുറിച്ചത്. അതേസമയം ചേച്ചി ഒരുപാട് വണ്ണം കുറയ്ക്കല്ലേ, അങ്ങനെ വണ്ണം കുറയ്ക്കുമ്പോൾ മുഖത്തിന് ഭംഗിയൊക്കെ പോകുന്നു, ചേച്ചിക്ക് ഇത്തിരി വണ്ണമുള്ളതാണ് നല്ലത് എന്ന് അഭിപ്രായപ്പെടുന്നവരുമുണ്ട്. പഴയ കാവ്യയെ മിസ് ചെയ്യുന്നു. എനിക്ക് ആ പഴയ കാവ്യയെ ചേച്ചിയാണ് ഇഷ്ടം. അന്നത്തെ ആ നാടൻ ലുക്കിന് നല്ല ഭംഗിയാണ്, ചന്ദനക്കുറിയൊക്കെ തൊട്ട് സാരി എന്നുള്ള ആ ലുക്കാണ് ഞങ്ങൾക്ക് ഇഷ്ടമെന്നും ആളുകൾ സ്നേഹത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു. അതേസമയം പ്രസവത്തിന് ശേഷം കാവ്യയുടെ ശരീരത്തിന് സ്വാഭാവികമായ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു. എന്നാൽ കൃത്യമായ വ്യായാമത്തിലൂടെയും മറ്റും ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ തന്നെ ശരീരഭാരം വലിയ തോതിൽ കുറയ്ക്കാൻ താരത്തിന് സാധിച്ചു. ലക്ഷ്യയുടെ മോഡലാകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയായിരുന്നു പ്രധാനമായും താരം തടി കുറച്ചത്. ശരീരഭാരം കുറയ്ക്കുന്നതിനായി കൃത്യമായി ഒരു ഡയറ്റീഷ്യന്റെ നിർദ്ദേശവും കാവ്യ നേടിയിരുന്നു. ആദ്യ വിവാഹം വേർപിരിഞ്ഞതിനു ശേഷം അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നെങ്കിലും 2016 ദിലീപുമായുള്ള വിവാഹശേഷം വീണ്ടും സിനിമാ മേഖലയിൽ നിന്നും ഇടവേളെടുത്തിരിക്കുകയാണ് കാവ്യ. ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം കാവ്യമാധവൻ അഭിനയിച്ച ഏക ചിത്രം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത പിന്നെയുമാണ്. ദിലീപായിരുന്നു ചിത്രത്തിൽ മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്.